ഇപ്പോൾ അപ്പാർട്ട് ഫ്രം ഡ്രഗ്സ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പോകണം. ഇപ്പോൾ പൊതുവെ സിനിമയിലൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയ ചങ്ങലയിലിട്ടു, അടിക്കുന്നു, ദേ ആർ ഇൻ എ ജയിൽ. വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇൻ എ ഡി അഡിക്ഷൻ സെൻറ്റർ ആൻഡ് ഹൂ നീഡ്സ് ടു ഗോ ടു എ ഡി അഡിക്ഷൻ സെൻറ്റർ? ഡി അഡിക്ഷൻ സെന്ററിൽ നമ്മൾക്ക് പ്രധാനമായ ഒരു സ്റ്റെപ്പ് വൈസ് മാനേജ്മെന്റ് ആണുള്ളത്. അപ്പൊ ഈ ആളുകളെ കെട്ടിയിടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ റിസ്ട്രെയിൻ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു വിഡ്രോവൽ സ്റ്റേറ്റിൽ സെൽഫ് ഹാമിങ് ഇഷ്യൂസ്, മറ്റുള്ളവർ ഉപദ്രവിക്കാനുള്ള കണ്ടീഷൻസ്, അവർക്കൊരു സ്ഥലകാല ബോധം ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ കണ്ടീഷനിൽ ചിലപ്പോൾ നമുക്ക് കെമിക്കൽസ് ഒക്കെ കൊടുത്തിട്ടും മരുന്നൊക്കെ കൊടുത്തിട്ടും കൺട്രോൾ ആകാത്ത ആളുകൾ ചിലപ്പോൾ നമുക്ക് കെട്ടിയിടുന്ന അവസ്ഥ വന്നേക്കാം. അപ്പൊ അങ്ങനത്തെ ചില കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട് എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് വരുന്നത്. ആർക്കാണ് അങ്ങനെ വരണതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ബ്രെയിൻ ഇതിനോട് പ്രതികരിക്കുന്ന കണ്ടീഷൻസ് ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് ചിലപ്പോൾ നന്നായി ആൾക്കോൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് വെറുതെ ഒരു ഒ പി ബേസ്ഡ് മാനേജ്മെന്റ് മതിയായിരിക്കാം. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒ പി ബേസ്ഡിൽ മാനേജ് പറ്റില്ല. കാരണം ഫാമിലി ഹിസ്റ്ററി ഭയങ്കര സിവിയർ ആണ്. മുമ്പ് ഇങ്ങനെ ഒരു സിവിയർ ഫിറ്റ്സ് ഒക്കെ വന്നേക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമുക്കൊരു ഡി അഡിക്ഷൻ സെന്ററിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ നാട്ടിലെ ഏറ്റവും ഒരു ഡി അഡിക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി അഫെയർ ആണ്. നമുക്കിപ്പോൾ ഒരാൾ കെട്ടിയിടണമെന്ന് പറഞ്ഞാൽ കെട്ടിയിടാൻ 4 പേര് വേണ്ടേ. അപ്പോൾ മൊത്തത്തിൽ അതിന് വേണ്ട പ്രത്യേക സ്പേസ് വേണം, ബിഹേവിയറൽ ഐസി വേണം. അപ്പോൾ ഓൾറെഡി ഇദ്ദേഹം മദ്യപിച്ച് ലക്ഷങ്ങൾ കളഞ്ഞേക്കണു, അതിൻ്റെ കൂടിയാണ് ആയിരങ്ങൾ ഇനി ഡി അഡിക്ഷന് വേണ്ടി ചെലവാക്കണേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി അഫെയർ ആണ് ഇതിൽ. അപ്പൊ അതുകൊണ്ട് ഈ കോസ്റ്റ്ലി അഫെയറിൽ ചില കോംപ്രമൈസുകളൊക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ 4 പേരെ നോക്കാൻ നിർത്തുന്നതിന് പകരം ചിലപ്പോൾ നേരത്തെ കെട്ടിയിട്ടൊന്ന് വന്നേക്കാം. അങ്ങനത്തെ ചില കണ്ടീഷൻസിലൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതൊരു ഇനീഷ്യലി പല ആളുകൾക്ക് ഒരു ഹൊറർ എക്സ്പീരിയൻസ് പോലെ വന്നേക്കാം. പക്ഷെ നമ്മൾ പല സമയത്തും നമ്മളും ഹെൽപ്ലെസ് ആണ്. കാരണം ഈ വിഡ്രോവൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു വിഡ്രോവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡീടോക്സിഫിക്കേഷൻ തെറാപ്പി പാർട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സ്റ്റെപ്പ് വൈസ് പ്രോട്ടോക്കോളിലാണ് ഇത് പോകുക. പിന്നെ നമുക്ക് സാധാരണ പറയാം, ഒരു ബിഹേവിയർ തുടങ്ങാൻ നമുക്കൊരു 21 days എടുക്കും. പുതിയൊരു ബിഹേവിയറിൽ നമുക്ക് പുതിയൊരു ഹാബിറ്റ് നമുക്ക് തുടങ്ങണമെങ്കിൽ. അപ്പോൾ ഒരു 21 days നമ്മൾ മാറി നിൽക്കണത് നമ്മളെ തന്നെ ഒരു ട്രെയിൻ ചെയ്യണതിൻ്റെ ഭാഗമായിട്ടും പുതിയൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മാറ്റിവെക്കണേ. അപ്പൊ അതിന് പകരം പുതിയൊരു ഇഷ്ടം അവിടെ കൊണ്ടുവരണം. അത് ആലോചിച്ച് നമ്മൾ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ട ഒരു ഇഷ്ടമാണ്. അപ്പൊ അതിനു വേണ്ടി ഒരു സമയമാണ് ഒരു 3 weeks ടൈം മിനിമം പറയണേ. 3 weeks എല്ലാവരും ശരിയാവണം നിർബന്ധമില്ല, ചിലർ ടേക്സ് ടൈം. ബട്ട് ബേസിക്കലി ഇൻസൈറ്റ് വരിക, കൃത്യമായ ബോധ്യം വരിക, എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഞാൻ അതിനെ ഡീൽ ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.